ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മഴ തോരും മുമ്പ് സീരിയലിൻ്റെ ഒരു അപ്കമിങ് വിശേഷമായിട്ടോ ഇടുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ഈ രോഹിത്തും ഹരിയും ഫ്രണ്ട്സും ഒക്കെ ജയിലിലാണല്ലോ. അപ്പോൾ നമ്മുടെ ഹരീനെ തെളിവെടുപ്പിനായി വീട്ടിലോട്ട് കൊണ്ടുവരികയാണ്. ഒരു വൻ സന്നാഹത്തോടു കൂടെയാണ് വീട്ടിലോട്ടൊക്കെ എത്തുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്കൊക്കെ തരിക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും കൂടെ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം. അപ്പോൾ അങ്ങനെ ഹരീനെ വീട്ടിലോട്ട് കൊണ്ടുവരുന്ന സീനൊക്കെയാണ് കേട്ടോ. വീട്ടിൽ കൊണ്ടുവരുന്നതെന്ന് അറിഞ്ഞ് ഒരു ജനരോക്ഷം തന്നെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലുണ്ട്. അവനെ ഇങ്ങ് വിടറാന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരും നാട്ടുകാരും ഒക്കെ ചേർന്ന് മതിയായ ബഹളം ഉണ്ടാക്കുകയാണ്. കാരണം ഒരു പാവപ്പെട്ട ഒരു ചെറിയൊരു പെൺകുട്ടിയെ പിച്ചി ചീന്തിയ പണവും പദവിയും ഉള്ളവർക്ക് എന്തു ആകാമെന്നോ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ മതിയായ ഒച്ചയാണ് കേട്ടോ. ഇതൊക്കെ കണ്ട് ഹരിയും കമലയും ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. മനുവും കമലയും പേടിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹരീനെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കുകയാണ്. വിലങ്ങ് വെച്ച് കൊണ്ടുവരുന്ന രംഗം കണ്ടിട്ട് മനു ദേഷ്യഭാവത്തോടെ ഹരിയെ നോക്കണം. അതിനേക്കാൾ ദേഷ്യത്തോടെ ഹരി മനുവിനെ നോക്കണം കേട്ടോ. ഇത് കണ്ട് കമല പൊട്ടിക്കരയാണ്. എൻ്റെ മോൻ്റെ അവസ്ഥ ഇതാണോ എന്നുള്ള ഓർത്തിട്ട് അവൻ്റെ മുഖമൊക്കെ നീര് വെച്ച് ഇടിയൊക്കെ കിട്ടി കലങ്ങിയ ഒരു മുഖവും കാര്യങ്ങളൊക്കെയാണ്. കാരണം വെച്ചാൽ നല്ല രീതിയിൽ പോലീസുകാർ ഇടിച്ച് പിഴിഞ്ഞിട്ടുണ്ട് ഹരീനെ. അങ്ങനെ വീട്ടിനകത്ത് കയറി. അപ്പോൾ തന്നെ കമല സാറേ എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ ഒച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിൻ്റെ റൂം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ മേളിലാണെന്ന് പറഞ്ഞ് അങ്ങനെ മേളിലെ റൂമിൽ കയറുകയാണ്. അവിടെ ചെന്ന് പോലീസ് ഓരോ സംഭവങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. കുറേ പെൻ ഡ്രൈവ്, CD, പിന്നെ കുറേ മയക്കുമരുന്ന് ടാബ്ലറ്റുകൾ, പിന്നെ കുറേ നീഡിൽ, അങ്ങനെ കുറേ സംഭവങ്ങൾ പോലീസുകാർ കണ്ടെടുക്കുകയാണ്. പിന്നെ കുറേ നഗ്നമായ കുറേ പെണ്ണുങ്ങളുടെ ഫോട്ടോസ് ഈ CD-യിലൊക്കെ ലാപ്ടോപ്പിനകത്തും ഒക്കെ കിടക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. നഗ്നമായ പെൺകുട്ടികളുടെ ഫോട്ടോകളും കാര്യങ്ങളും, പിന്നെ കുറേ മാഗസീനുകൾ, അങ്ങനെ എന്തൊക്കെ വൃത്തികേടുകളുണ്ടോ അതൊക്കെ ഹരിയുടെ റൂമിലുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് കുറേ മദ്യക്കുപ്പികൾ, ബിയർ, അതൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഹരിയുടെ റൂമിൽ. അങ്ങനെ ഇതെല്ലാം പൊക്കിയെടുത്ത് താഴോട്ട് കൊണ്ടുവന്നപ്പോൾ കമല വീണ്ടും ചെല്ലേണ്ട സാറേ എൻ്റെ മകൻ ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ല, ആ രോഹിത്താണ് എവനെയും കൂടെ ഇതിലാക്കിയെന്ന് വയ്ക്കുമ്പോൾ ആ SI പറയുന്നുണ്ട്, ഓ മകനെ നിങ്ങളൊരു തള്ളയാണോ? ഒരു മക്കളെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, മക്കളെ എങ്ങനെയാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് പുറത്ത് പോയാലുള്ള അവരുടെ രീതി, അവരിപ്പോഴത്തെ ജീവിതം എന്താണ്, കുറേ പണവും സമ്പാദ്യം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് SI അതൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുക ഇതൊക്കെ മകൻ്റെ റൂമിൽ നിന്ന് കിട്ടിയത്. വല്ലപ്പോഴുമൊക്കെ മകൻ സഞ്ചരിക്കുന്ന രീതികൾ എന്താണെന്ന് നിങ്ങളൊന്ന് അറിയണം, ഒരു അമ്മയായിട്ടിരുന്നാൽ പോരാ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കുറേ ഫോട്ടോസ് ഉണ്ട്, പക്ഷേ അതൊന്നും ഒരു അമ്മയുടെ മുന്നിൽ കാണിക്കാൻ ഞങ്ങൾക്ക് ലജ്ജയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ SI ഹരിക്ക് എന്നെ വലിച്ചഴച്ച് കൊണ്ട് പോവാണ് കേട്ടോ. ഈ സമയത്ത് കമല കിടന്നങ്ങ് കരയാണ്. എൻ്റെ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കും, ഒന്ന് നിർത്തമ്മേ, നിങ്ങളൊരു സ്ത്രീയാണോ? അപ്പോഴും കമല കുറ്റപ്പെടുത്തേണ്ടത് രോഹിത്തിനെയും അലീനയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ പോലീസുകാർക്ക് ഈ അലീനയുടെ കുറച്ച് ഫോട്ടോസ് കിട്ടുന്നുണ്ട്. കുറച്ച് എന്തൊക്കെയോ ഒരു മോശമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ ലാപ്ടോപ്പിൽ കിടക്കുന്ന കണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് ഇങ്ങനെ അലീന ഇതിന് മുന്നേ റേപ്പ് ചെയ്യാനായിട്ട് ഹരിയും രോഹിത്തും ശ്രമിച്ച കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നേരെ കൊണ്ടുപോവാണ്. ഇത് കഴിഞ്ഞ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് ഈ പോലീസ് SI നേരെ നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് വരികയാണ്. കാര്യം എന്ന് വെച്ചാൽ അലീനയെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം. കാര്യം ഇങ്ങനൊരു സംഭവം ഉള്ളതാണോ എന്ന് അലീനയുടെ അടുത്ത് ചോദിക്കണമല്ലോ. അങ്ങനെ പോലീസ് കണ്ട് കൃഷ്ണമോളും അലീനയെ ഒന്ന് അമ്പരക്കുകയാണ് കേട്ടോ. അങ്ങനെ അയാളൊന്ന് ബെല്ലടിക്കുമ്പോൾ അലീന ചെന്ന് ഡോറ് തുറക്കുന്നുണ്ട്. ആ സമയത്ത് SI ചോദിക്കുന്നുണ്ട്, നീയാണോടി അലീന എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേ സാറേ ഞാനാണ്. നീ ഇവിടുത്തെ ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇവിടുത്തെ ബാലേന്ദ്രൻ സാറിൻ്റെ മകളാണെന്ന് പറയുന്നുണ്ട്. ഓ ആണോ, നിന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു, അത് ശരിയാണോ എന്നറിയാൻ നിന്നെ ഒന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോകണം. സാർ എന്താണെന്ന് ചോദിക്കാം. അതെ, നിന്നെ ആരെങ്കിലും, അതായത് ഈ ഹരി രോഹിത്തൊക്കെ ചേർന്ന് നിന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോയെന്ന്. ഇല്ല സാറെന്ന് തല കുനിച്ചുകൊണ്ട് അലീന പറയൂ കേട്ടോ. കൃഷ്ണമോള് നിൽക്കേണ്ട പേടിച്ച് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നീ ബ്ലൂ ഫിലിമിൽ വല്ല അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. സാർ എന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നിൻ്റെ അടുത്ത് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട, നീ ചോദിച്ചതിൻ്റെ ആൻസർ പറഞ്ഞാൽ മതി. ഇല്ല ഞാൻ അങ്ങനെയൊന്നും അഭിനയിച്ചിട്ടില്ല. പിന്നെ നിൻ്റെ മോശം ചിത്രങ്ങളൊക്കെ എങ്ങനെയാണ് അവൻ്റെ കയ്യിൽ വന്നത്? അപ്പോൾ അലീന പറയും, ഞാൻ കുറച്ച് നാൾ അവിടെ ഹോം നേഴ്സായിട്ട് അവിടുത്തെ മുത്തശ്ശിയെ നോക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. ഇനി ആ സമയത്ത് ഞാൻ അറിയാണ്ട് എങ്ങാനും എടുത്തതാണോ എന്ന് എനിക്കറിയില്ല എന്ന് പറയും. ഓ എന്ന് പറഞ്ഞിട്ട് അലീനേനെ
നീ വന്നേന്നും പറഞ്ഞ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവുകയാണ്. ഈ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ കൃഷ്ണമ്മക്ക് ആകെ പേടിയാണ്. പിന്നെ അവിടെ ബബിത മാത്രമല്ലേ ഉള്ളൂ. ബബിത ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്ക് തന്നെയാണല്ലോ. ഉടൻ തന്നെ മനുവിനെ വിളിച്ചറിയിക്കുകയാണ്. മനു ഞെട്ടുകയാണ്. എന്തിനാണ് അലീനയെ കൊണ്ടുപോകുന്നത് എന്ന രീതിയിൽ മനു ഞെട്ടി നിൽക്കുകയാണ്. മനു പറഞ്ഞ് മോള് ടെൻഷൻ അടിക്കേണ്ട, മനുവേട്ടൻ വേണ്ടുന്ന ചെയ്തോളാന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശിവശങ്കരൻ മനുവിനെ വിളിക്കുന്നുണ്ട്. കാര്യം ഇങ്ങനെ ഹരീനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നതും അവിടെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരി എല്ലാ കാര്യങ്ങളും മനു എല്ലാ കാര്യങ്ങളും ശിവശങ്കറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഹരീനെ ഇങ്ങനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നായിരുന്നു വെച്ചാൽ കുറേ കാര്യങ്ങൾ അവർക്ക് തെളിവായിട്ട് കിട്ടി. അവൻ്റെ കയ്യിൽ കുറേ മോശം കാര്യങ്ങളും CD, കുറേ പെൺകുട്ടികളുടെ പിക്ചർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മദ്യം, മയക്കുമരുന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശിവശങ്കരൻ മനുവിനോട് ചോദിച്ചു, എടാ നിങ്ങളൊക്കെ വീട്ടിലുണ്ടായിട്ട് നീയും അമ്മയൊക്കെ ഉണ്ടായിട്ട് അവനെ ഒന്ന് നോക്കാൻ പോലും പറ്റിയില്ലേ? അപ്പം മനു പറയുന്നുണ്ട്, അച്ഛൻ ഞാൻ എറണാകുളത്തല്ലേ, അമ്മ തന്നെയാണ് അവൻ എല്ലാ വളവും വെച്ചു കൊടുത്തത്. ഹരി ഇത്രയും വഷളാവാൻ കാരണം അമ്മ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കമല ഇത് കേട്ടിട്ട് മനു ഫോൺ വെച്ച് പറഞ്ഞാൽ ശിവശങ്കരനെ വിളിക്കുകയാണ്. ശിവേട്ടാ, പൈസ എത്ര മുടക്കിയാലും കുഴപ്പമില്ല, നമ്മുടെ മോനെ രക്ഷിക്ക് ശിവേട്ടാ. നിർത്തടി, നിൻ്റെ മോനെ രക്ഷിക്കാനോ? നിൻ്റെ മോൻ കാണിച്ച് കൂട്ടിയത് ആ കേസിൽ ഇടപെട്ട നാട്ടുകാരൻ എന്നെ കല്ലെറിഞ്ഞ് കൊല്ലും, അറിയുമോ നിനക്ക്? അത്രയ്ക്ക് ഉണ്ട് നിൻ്റെ മോൻ വരുത്തി വെച്ചേക്കണം ഓരോ കേസുകൾ മക്കളെ നോക്കാൻ. ഞാൻ ഈ അന്യനാട്ടിൽ കിടന്ന് പാടുപെട്ടിട്ട് ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ശിവശങ്കരൻ കുറേ കമലയെ വെച്ചെടുക്കുകയാണ്. ഇതിനെല്ലാം കാരണക്കാരി ആ രോഹിത്താണ്, ആ കാലീനിയൊക്കെയാണെന്ന് പറയാം. നിർത്തടി, വീണ്ടും അവരെ ഇവരെയും പറയണം. നിൻ്റെ മോൻ്റെ കയ്യിലിരിപ്പല്ലേടി ഏറ്റവും കൊള്ളാത്തത്, അവനാ ബാക്കിയുള്ളവരെ കൂടെ ഇല്ലാണ്ടാക്കണമെന്നും പറഞ്ഞ് ശിവശങ്കരൻ കുറേ ഡോസ് എടുത്ത് അടക്കിടിയെന്നും പറഞ്ഞ് കമലയുടെ കോള് കട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് അലീനേനെ സ്റ്റേഷനിലോട്ട് കൊണ്ടിറക്കണ സമയത്ത് തന്നെ കുറേ മീഡിയക്കാരൊക്കെ പറയണം. കാര്യം ഈ പെൺകുട്ടിയാണോ റേപ്പ് ചെയ്തത്, ഈ പെൺകുട്ടി ആരാണ് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻ. അപ്പോൾ പോലീസുമാർ അവരെയൊക്കെ തട്ടി മാറ്റിയിട്ട് പറയുന്നത് അതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അവളകത്ത് കൊണ്ടുവരണം. അങ്ങനെ SI അലീനയുടെ അടുത്ത് കുറേ ക്വസ്റ്റ്യങ്ങളൊക്കെ ചോദിക്കുകയാണേ. ഈ സമയത്ത് അലീന സെല്ലി കിടക്കുന്ന രോഹിത്തിനെയും ഹരിയെയും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അലീനയുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവളെല്ലാം ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നീ ഒരു കംപ്ലയിൻറ്റ് വേഗം എഴുതിത്താ, യവന്മാർ നിന്നെ പീഡിപ്പിച്ചു എന്നുള്ളതിന് ഒരു കംപ്ലയിൻറ്റ്. സാർ, എന്നെ അങ്ങനെ പീഡിപ്പിച്ചിട്ടൊന്നുമില്ല, അവർ ശ്രമിച്ചു, പക്ഷെ അന്നൊന്നും ഉണ്ടായിട്ടില്ല. എടി, നിൻ്റെ അടുത്ത് അന്ന് ആ കേസിൽ നിനക്ക് ആ കത്രിക കൊണ്ട് കിടന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നീ ഒരു കസേരയിൽ നിന്ന് മറിഞ്ഞ് കത്രിക കയറിക്കൊണ്ടെന്നല്ലേ നീ പറഞ്ഞത്? അതെ സാർ. നീ എന്തിനാ കള്ളം പറഞ്ഞത്? അത് എൻ്റെ അനുജനും കൂടെ അതിൽ പെടുമല്ലോ സാർ. അപ്പോൾ അത് അവൻ്റെ ഭാവി ഓർത്തിട്ടാണ് ഞാനത് അന്ന് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, ഇപ്പം എന്തെങ്കിലും ആയിക്കോട്ടെ, നീ ഇപ്പം ഇത് യവന്മാർ നിന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു കംപ്ലയിൻറ്റ് എഴുതാൻ പറയുമ്പോൾ അലീന എന്ത് ചെയ്താൽ കൂട്ടാക്കില്ല. അപ്പോഴേക്കും അയാളും ഒരു കണക്കാണ്. ഉടനെ അയാൾ ആ ലാത്തി എടുത്ത് അവളുടെ മുഖത്തും ചുണ്ടത്തും ഒക്കെ തൊട്ട് പതുക്കെ ഷോളൊക്കെ മാറ്റി നെഞ്ചത്തോട്ടൊക്കെ കൊണ്ടുവരാനൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു തരം ഇതൊക്കെയുണ്ട്. ഉച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് അലീന വൈകിട്ടായിട്ടോ, അത്രയും സമയമായിട്ടും ആ കുട്ടിക്ക് ഒരു വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ ഇത്രയും ഒരു തരം മോശമായ രീതിയിലൊക്കെ. അയാളുടെയൊക്കെ സ്വഭാവം അതാണ്. സ്റ്റേഷനിൽ ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാളുടേതായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മനു നേരെ DYSP പോയി കാണേണ്ട. സുനന്ദൻ്റെ ഹസ്ബൻഡും കൂടെയാണ്. അപ്പം ചെന്നപ്പോൾ തന്നെ DYSP ചോദിച്ചു, അവന്മാരുടെ കാര്യത്തിനാണെങ്കിൽ മനു നീ വരണ്ട, ഞാൻ ഇതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞു. അങ്ങളെ, ഈ കേസിനല്ല ഞാൻ വന്നത്, വീട്ടിൽ നിന്ന് അലീനയെ കൊണ്ടുപോയിട്ടുണ്ട്. അലീന ബാലേന്ദ്രൻ അങ്കിളുടെ മകളാണ്. അവളെ എന്തിനാ കൊണ്ടുപോയെന്നുള്ളത് എനിക്കറിയണം. കാരണം ഇത്രയും നേരമായിട്ടും അവളെ സ്റ്റേഷനിൽ നിന്ന് വിട്ടിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് ചെന്ന അയാളെ കൂടെ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് അങ്കിളും കൂടെ വരണമെന്ന് പറയാം. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് DYSPയും കൂടെ ചെല്ലുമ്പോഴത്തേക്കും ഇയാളാണെങ്കിൽ വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കുകയും ഓരോ പ്രകടനങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോഴേക്കും മനു കയറി ചെന്നപ്പോൾ നീ എന്താണ് ഇവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് മനുവിൻ്റെ പുറകെ DYSP പറഞ്ഞത്. ഉടൻ തന്നെ ഇയാൾ സല്യൂട്ട് ചെയ്യണം. എന്നിട്ട് ഇയാൾ ചോദിക്കും, ഇയാൾ എന്തിനാണോ ഈ കുട്ടീനെ ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ, സാറേ, പണ്ട് അവന്മാർ ഈ കുട്ടീൻ്റെ അടുത്ത് ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. പീഡിപ്പിച്ചൊന്നുമില്ലല്ലോ, ആ കുട്ടിക്ക് പരാതിയില്ലെങ്കിൽ തനിക്കെന്താ? പിന്നെ ഇത്രയും നേരമായിട്ട് ഒരു പെൺകുട്ടിയെ സ്റ്റേഷനിൽ നിർത്താൻ പാടില്ല, 5 മണി കഴിഞ്ഞാൽ നിർത്താൻ പാടില്ല എന്നൊന്നും തനിക്കറിയില്ലേ എന്നിങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് സാർ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഒരു എക്സ്ക്യൂസ് പറയുന്നത്. എടോ, താനൊക്കെ എന്തുവാടോ, തനിക്കൊക്കെ ഒന്ന് നന്നായി കൂടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഒരു സ്റ്റേഷനിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ തൻ്റെയൊക്കെ സ്വഭാവം തന്നെയൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതെ, താൻ ആ കുട്ടിയെ വേഗം പറഞ്ഞു വിടാൻ നോക്കുക എന്ന് പറയുന്നുണ്ട്. അവന്മാരുടെ കേസിൽ ഇനി ഓരോ പെൺകുട്ടികളെ നിങ്ങൾ ഇതുപോലെ തപ്പിപ്പിടിച്ച് ഇവിടെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട, പെൺകുട്ടികളുടെ ഭാവിയും കൂടെ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ബാലേന്ദ്രന് ഇനിയും 2 മക്കളുണ്ട്, താൻ പോയി അവരെയും കൂടെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് ഇങ്ങനെ ചോദിച്ചു DYSP. അപ്പോൾ SI ഒന്നും
മിണ്ടാണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പുറത്ത് പൊക്കോളാൻ പറയുന്നുണ്ട്. അപ്പം പുറത്തോട്ട് അലീന പെട്ടെന്ന് തന്നെ വാടിക്കുഴഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ മനുവിൻ്റെ അടുത്ത് ചെന്ന് മനു കൈ പിടിക്കുമ്പോൾ അലീന മനുവിനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. എന്നിട്ട് ആ സാറിനോട് അലീന ചോദിക്കും, സാറേ നിങ്ങളുടെ സ്റ്റേഷനിൽ പോലീസുകാർക്ക് ലാത്തി കൊടുക്കുന്നത് പെൺകുട്ടികളുടെ നെഞ്ചത്ത് കുത്താനാണോ എന്ന് ചോദിക്കും. അത് കേട്ടപ്പോൾ DYSPക്ക് അങ്ങ് വല്ലാണ്ടാവേണം. എന്നിട്ട് അലീനയെ പുറത്ത് കൊണ്ടുപോയി കഴിയുമ്പോൾ DYSP SIയോട് ചോദിക്കും, താനൊക്കെ എന്തിനാണോ ഇരിക്കണം, തന്നെയൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ നേരെ അലീനയും കൂട്ടി പുറത്ത് വരുമ്പോൾ മനു പറയുമ്പോൾ വെള്ളമോ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഇല്ല മനുവായിട്ട് എനിക്ക് വീട്ടിൽ പോകണം, കാരണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കൃഷ്ണമോൾ പേടിച്ചിരിക്കുകയായിരിക്കും, അവളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് അങ്ങനെ വീട്ടിൽ പോകണം. അങ്ങനെ ചെന്ന് ബെല്ലടിക്കുമ്പോൾ കൃഷ്ണമോൾ നോക്കുമ്പോൾ മനുവും അലീനയുണ്ട്. അങ്ങനെ അലീനയെ കെട്ടിപ്പിടിച്ച് കൃഷ്ണമോൾ കരയാണ്. അപ്പോൾ ബബിത എന്തെന്ന് ചോദിക്കുമ്പോൾ ബബിത ചേച്ചി അപ്പം തൊട്ട് ഫോണിൽ കയറി റൂമിൽ ഇരിക്കണതാ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും വരൂല മനുവേട്ടാന്ന് പറയുന്നുണ്ട്. അപ്പം മനു പറയുന്നുണ്ട്, പോട്ടെ സാരമില്ല, എന്തായാലും നമുക്ക് ഇനി വരും വരായികൾ എന്തൊക്കെയാണെന്ന് നോക്കാം, അച്ഛനൊക്കെ ഒന്ന് വരട്ടെ, അങ്കിളും അച്ഛനും ഒക്കെ വരുമല്ലോ, പിന്നെ ബാലേന്ദ്രൻ അങ്കിൾ 2 ദിവസത്തിനകത്ത് ഡിസ്ചാർജ് ആയി വരും, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എന്തായാലും അവന്മാരുടെ കേസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്മാർ ശിക്ഷ അനുഭവിക്കും. അപ്പോൾ അലീന പറഞ്ഞു, ഞാൻ സ്റ്റേഷനിൽ വെച്ച് രോഹിത്തുമായിട്ട് സംസാരിച്ചായിരുന്നു, അവൻ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഈ ഗൂഢാലോചനയിൽ പെട്ടു എന്നുള്ളതാണ്, പക്ഷേ ആ പെൺകുട്ടിയെ ഞാൻ തൊട്ടുകൂടിയില്ല എന്ന് രോഹിത്ത് പറഞ്ഞതായിട്ട്. അപ്പം ഹരീനോട് അലീന ചോദിച്ചു എന്ന്, അവൻ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ഉണ്ടായിരുന്നു, പക്ഷേ അവൻ അവസാനമായപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഭ്രാന്ത് പിടിച്ച് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അലീനയ്ക്ക് രോഹിത്ത് തെറ്റുകാരനല്ല എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ നമ്മുടെ മനു പറഞ്ഞു, എന്തായാലും നമുക്ക് നോക്കാം, എങ്കിലും അവൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇതിൽ ഉൾപ്പെട്ടതുകൊണ്ട് നമുക്കത് വേണ്ടുന്ന രീതിക്ക് ആലോചിച്ച് ചെയ്യാം, നീ പോയി ഫ്രഷായി വാ എന്ന് പറഞ്ഞിട്ട് മനുവും നമ്മുടെ കൃഷ്ണമോളും കൂടെ ഫുഡൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ബബിതയെ പോയി റൂമിൽ ചെന്ന് വിളിക്കുമ്പോൾ ആരാടി എന്ന് ചോദിച്ച് ബബിത ഒച്ചയെടുത്ത് പുറത്ത് വരും. അപ്പം മനുവാ ചെന്ന് വിളിക്കുന്നത് കേട്ടോ, നീ എന്താടി താഴോട്ടൊന്നും വരാത്തത്, നീ ഫുഡ് കഴിക്കാൻ വന്നിട്ട് എനിക്ക് ഫുഡൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പറയും, നിനക്ക് എന്നാ ഫുഡ് വേണ്ടതോ, എൻ്റെ കയ്യിരിക്കണം വാങ്ങിക്കുകയും പിടിക്കാണ്ട് നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് മനു ബബിതയെ കൊണ്ടുപോകണം. എന്നിട്ട് ബബിതയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളാരും ഇനി പുറത്തിറങ്ങരുത്, നമ്മുടെ കടകളിലൊക്കെ ജ്വല്ലറിയുടെ അവിടെയൊക്കെ കല്ലേറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ പോകണമെന്ന് ബബിത പറയുന്നുണ്ട്. അപ്പം മനു ചോദിക്കും, അച്ഛനെ വീൽ ചെയറിൽ ആംബുലൻസ് വന്ന് കൊണ്ടുപോയപ്പോഴേ നീ റൂമിനകത്തല്ലേ, അന്നേരം ഒന്നും നിനക്ക് അച്ഛനോട് സ്നേഹവും സഹതാപവും ഒന്നും തോന്നിയില്ലേ, ഇപ്പോഴാണോ നിനക്ക് സ്നേഹവും സഹതാപവും എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിച്ച് ബബിത കയറി പോവാണ് കേട്ടോ. അപ്പോൾ അലീന മനുവിൻ്റെ അടുത്ത് കൃഷ്ണമോൾ അലീനയും പറയുന്നുണ്ട്, ബബിതയുടെ കാര്യവും ഇതേ അവസ്ഥയിലാണ് മനുവേട്ട പൊക്കോണ്ടിരിക്കുന്നത്, അത്ര സീരിയസ് ആണോ അലീന എന്ന് ചോദിക്കുമ്പോൾ അതെ, അവളും നാളെ ഇതുപോലൊരു കേസിൽ പെടാൻ ചാൻസ് ഉണ്ട് മനുവേട്ട, അവളെ കാര്യങ്ങളും നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം, എന്തായാലും അച്ഛൻ വരട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് മനു എന്തായാലും വീട്ടിൽ പോയിട്ട് അങ്കിളിൻ്റെ അടുത്ത് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന സീനൊക്കെയാണ് കേട്ടോ. ഇനി പിന്നെ ഇതിൽ വരുന്നത് നമ്മുടെ അലീന ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഗോവർദ്ധൻ സ്റ്റേഷനിൽ പോയിട്ട് ഒന്നും ഒരു രക്ഷയില്ല. കാരണം വെച്ചാൽ SIO DYSP അവരാരും ഒന്നും അടുക്കളില്ല, ഇങ്ങനത്തെ ഒരു കേസായതുകൊണ്ട് അറിയാവുന്നവർ പോലും ഇതിലോട്ട് കണക്റ്റ് ആവുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി ശിവശങ്കരനും രാജീവൊക്കെ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും നല്ലൊരു വക്കീലിനെ കണ്ട് വേണ്ടുന്ന ചെയ്യാന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. പിന്നെ അലീന രോഹിത്തിന് കോടതിയിൽ രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് തെളിവും കാര്യങ്ങളൊക്കെ ഒപ്പിക്കുന്നുണ്ട്. പിന്നെ ആ ശരണ്യ എന്ന് പറഞ്ഞ ആ കുട്ടിയെ പോയി കാണുന്നുണ്ട്, ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ച് ചില കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അങ്ങനെ രോഹിത്തിനെ, തൻ്റെ സ്വന്തം അനുജനെ രക്ഷിക്കാനായിട്ട് അലീനയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അലീന തെളിവുകൾ ശേഖരിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇനി വരുന്ന സീനിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രോയാണ്, എപ്പിസോഡുകളുടെ ഒരു ഇൻട്രോയാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, വരും ദിവസങ്ങളിൽ നല്ല അടിപൊളി സീനുകളാണ് നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൽ വരുന്നത്. അപ്പോൾ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ടും സഹകരണവും നമുക്ക് വേണം. നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കൊക്കെ അടിക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ തരാൻ ശ്രമിക്കണേ. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഈവനിങ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഒരു അപ്കമിങ് വിശേഷം അവസാനിപ്പിക്കുകയാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.